സോ അപ്പോൾ ഇതാണ് സംഭവം, ഫ്രണ്ടും ബാക്കും. വലിയൊരു ബൈറ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യക്കല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഗോപ്രോ നൈസായിട്ടൊന്ന് പണി മുടക്കിയായിരുന്നു. 5-6 മാസം എടുത്താൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നമ്മുടെ വണ്ടിയുടെ മീറ്റർ ഇതേ അടിച്ചു പോയി. അതേപോലെ തന്നെ ചെയിൻ സോക്കറ്റ് ഏകദേശം തീർന്നിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ സർവീസായി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് 2 തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൽ നിന്നൊക്കെ നല്ല സൗണ്ടുണ്ട്. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും ഫ്രണ്ടിൽ നിന്ന് നല്ല സൗണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ ഇന്ന് ബ്രേക്ക് പാഡ് മാറുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിൽ പോയിട്ട് നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഒന്ന് മാറാം. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് സെറാമിക് ബ്രേക്ക് പാഡാണ് കേട്ടോ. സെറാമിക് ബ്രേക്ക് പാഡ് ഇടുന്നതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്കിൽ നിന്നൊക്കെ വരുന്ന നോയ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് നല്ല സൗണ്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും ആ ഒരു സൗണ്ട് ഒരു 10-30 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു പോകും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടിനൊക്കെ നേരിയ കുറവ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഭവം മാറാൻ പോകുന്നത് ആറ്റിങ്ങൽ CSI സ്കൂളിനടുത്തുള്ള മോട്ടോ എന്ന് പറയുന്ന ഷോപ്പിലാണ് കേട്ടോ. മോട്ടോ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അവിടെ വാങ്ങിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ താഴെ അവർ തന്നെ അത് മാറി ഇട്ടുകയും ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഷോപ്പിലോട്ട് പോയിട്ട് വേണം. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പുള്ളത്. ഡ്യൂക്ക് 200 സെറാമിക് ബ്രേക്ക് പാഡ് ഉണ്ടോ? ഡ്യൂക്ക് 200 സെറാമിക് ബ്രേക്ക് പാഡ് എത്രയാണ്? 2 ബ്രേക്ക് പാഡ്. ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അല്ലല്ല, താഴെ നിന്ന് മാറിക്കൂടെ? ഓ, എത്രയാണ്? 2050. ഓക്കെ. ഒരുമിച്ച് മതിയാ? ശരി. സോ അപ്പോൾ ഇതാണ് സംഭവം, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത്. വെർസ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. ഇതിനകത്ത് കോമ്പറ്റേറ്റബിൾ ആയിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഗോൾഡൻ കളറിലൊക്കെ കാണാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് താഴെ കൊടുത്ത് മാറിയിട്ട് വരാം. ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യണം. ഡ്യൂക്ക് 200 താഴെ ഇറക്കണോ? സ്റ്റക്കായിരിക്കണോ? അയ്യോ,
ഫ്ലൂയിഡ് കുറവാണ്. വലുതാ ചെറുതാ? വലുതാണോ ചെറുതാണോ? ബ്രേക്ക് ഫ്ലൂയിഡ്. ഓ, താഴെ കൊടുക്കാൻ പറ. ബ്രേക്ക് ഉണ്ട്, അത് മാറിയിട്ട് വരാൻ പറഞ്ഞായിരുന്നു. സെറ്റായില്ലേ? വേഗം സെറ്റായില്ലേ? തന്നെ താങ്ക്സ് ചേട്ടാ. സോ നമ്മൾ ബ്രേക്ക് പാഡൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിത് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇതിനിടയ്ക്ക് വെച്ച് ഫ്ലൂയിഡ് കുറച്ച് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൂയിഡും കൂടെ ഫില്ല് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ആദ്യം ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രേക്ക് പാഡ് അതൊന്ന് ഒരഞ്ഞ് സെറ്റ് ആവണം, അവരെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു സീനുണ്ടെന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. ബ്രേക്ക് പാഡ് മാറിയതല്ലേ ഉള്ളൂ. എന്തായാലും കുറച്ച് ദൂരമൊക്കെ ഓടി ഒന്ന് സെറ്റായിട്ട് ഇതിൻ്റെ കറക്റ്റ് ബൈറ്റിങ് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് 6 കിലോമീറ്ററോളം വീട്ടിൽ പോകാനായിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തായാലും ഓടി സെറ്റാവും. ഇതിനിടയ്ക്ക് ബ്രേക്ക് പിടിക്കേണ്ട അവസരങ്ങൾ വരികയും ചെയ്യും. സോ വീടെത്തുന്ന മുമ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാം ഗൈസ്. അപ്പോൾ 2 ദിവസം നമ്മൾ ഈ ഒരു ബ്രേക്ക് പാഡ് മാറിയിട്ട് വണ്ടി ഓടിച്ചായിരുന്നു കേട്ടോ. ആദ്യം ഫസ്റ്റ് ഞാൻ മാറിയ സമയത്ത് ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ബൈറ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 ദിവസം വെയിറ്റ് ചെയ്തത്. ഇപ്പം വണ്ടി ഓടി സെറ്റായിട്ടുണ്ട്. ബ്രേക്കിങ് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വണ്ടിയിലെ കാലിപ്പറിന് എന്തോ പ്രശ്നമുള്ളതാണ് എനിക്ക് തോന്നുന്നു. ചെറിയൊരു സൗണ്ട് ഉണ്ട്. നേരത്തെയുള്ള ബ്രേക്ക് പാഡിൽ നിന്ന് ഇതിൻ്റെ അപ്പുറം സൗണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെറിയ രീതിക്കുള്ള സൗണ്ടേ ഉള്ളൂ. നേരത്തെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല ചിലപ്പായിരുന്നു. ഇപ്പോൾ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു നോയ്സ് ഉണ്ട്. അത് കാലിപ്പറിൻ്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ബ്രേക്ക് പാഡിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.